നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണ ഇരട്ടിയിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം. യാതൊരുവിധ വിവാദങ്ങളിലോ അഴിമതികളിലോ പെടാത്ത വ്യക്തിത്വം. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്റേതായ ശൈലിയിൽ ഫ്ലക്സുകളോ പോസ്റ്ററുകളോ ബാനറുകളോ അനൗൺസ്മെന്റുകളോ വാഹന പ്രചരണങ്ങളോ കൊട്ടിക്കലാശമോ ഇല്ലാതെ ഒരു സൈക്കിളും ചവിട്ടി ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി പ്രചരണം നയിച്ച ചാണ്ടി ഉമ്മൻ. എന്തുകൊണ്ടായിരിക്കും അർഹത ഉണ്ടായിട്ടും ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല? എന്തുകൊണ്ട് അദ്ദേഹം തഴയപ്പെട്ടു? പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. വ്യത്യസ്തവും വേറിട്ടതുമായ ഒരു മാതൃക കാട്ടിയ MLA. 79 ലക്ഷം രൂപയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ആഡംബരങ്ങൾ ചുരുക്കി മിച്ചം പിടിച്ചത്. ഈ തുക തന്റെ മണ്ഡലത്തിലെ ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കുവാനും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാനും വിനിയോഗിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മാതൃകപരമായ പ്രവർത്തനവും തീരുമാനവും. പുതിയ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ഒരു MLA ആയിരുന്നു ശ്രീ ചാണ്ടി ഉമ്മൻ എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം തഴയപ്പെട്ടു? ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഒന്ന് കണ്ടുവരാം. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എനിക്കൊരു കറ പോലും ഏൽക്കാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ദൈവം അതിനെ നിയോഗിച്ചത്. എന്തുകൊണ്ട് തഴയപ്പെട്ടു എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ. കേട്ടില്ലേ? ഒരുപക്ഷെ അദ്ദേഹം അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞതാകാം. എന്നുവച്ചാൽ പുതിയ മന്ത്രിസഭയും അതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും എങ്ങനെ ആയിരിക്കുമെന്ന ഒരു സൂചനയല്ലേ ശ്രീ ചാണ്ടി ഉമ്മൻ നൽകിയത്? വരാൻ പോകുന്ന വിവാദങ്ങൾ, പ്രതിസന്ധികൾ, ഇവയിൽ നിന്നും ദൈവം തന്നെ രക്ഷിച്ചു എന്ന ഒരു ധ്വനി. അത് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതിന്. എല്ലാം കാലം തെളിയിക്കേണ്ടതാണ് എന്ന് അവതാരകൻ മറുപടി പറഞ്ഞപ്പോൾ താൻ പറഞ്ഞത് വിവാദമാകാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഉടൻ തന്നെ അത് തിരുത്തി. അതൊന്ന് കേൾക്കാം. വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നു. എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സോളാർ വിവാദം എത്ര നാള് നിലനിന്നു. എൻ്റെ പിതാവിന് 9 വർഷം സംശയത്തിൻ്റെ നിഴലിൽ കേരള ജനതയുടെ മുന്നിൽ നിർത്തിയത് ആ ഒരു മന്ത്രി പദവിയല്ലേ? അതേ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ അമൃത TV, അമൃത എക്സ്പ്രസ് എന്ന് പറഞ്ഞ വിവാദം ഉണ്ടാക്കി ഇല്ലേ? അപ്പോൾ അധികാരത്തിലേക്ക് നമ്മൾ ചിലപ്പോൾ കടക്കുമ്പോൾ നമ്മളല്ലെങ്കിൽ പോലും, നമ്മൾ വിചാരിക്കാതെ പോലും മറ്റു ചിലർ നമ്മളെ സംശയം നിഴലിൽ നിർത്തുവാനും കറ പറ്റിക്കാനും ചിലപ്പോൾ ശ്രമിക്കും. അറിയാതെ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫ് അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർ അറിഞ്ഞു. ഇതേപോലെ ഇന്നിപ്പോൾ വാർത്ത വരുത്തിയത് കണ്ടില്ലേ, ഇന്നിപ്പോൾ ഉള്ള യാത്രയുടെ കാര്യം പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെ അവർ ചിലപ്പോൾ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കണം. ഇപ്പോൾ MLA എന്ന നിലയ്ക്ക് എനിക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്വം, എൻ്റെ കാര്യങ്ങൾ എനിക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. എനിക്കത് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ശരിയാണ്, കൂടെ നിൽക്കുന്നവർ ചതിക്കുന്ന വേദന അത് ശരിക്കും അനുഭവിച്ച ആളാണല്ലോ ആദരണീയനായ ഇദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടി. സോളാർ കേസിന്റെ സൂത്രധാരകർ സ്വന്തം പാളയത്തിൽ നിന്നും തന്നെ ആയിരുന്നു എന്ന് ശ്രീ ഉമ്മൻചാണ്ടിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇതൊക്കെ ചാണ്ടി ഉമ്മനും അറിയാം. രണ്ടാമത്തെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് നവകേരള യാത്രയെക്കുറിച്ചാണ്. ഗൺമാനും അംഗരക്ഷകരും കാണിച്ച തോന്നിവാസത്തിന് പഴികേട്ടതും ഇപ്പോൾ കേൾക്കുന്നതും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ എന്നാണല്ലോ ചാണ്ടി ഉമ്മൻ പറഞ്ഞു വയ്ക്കുന്നത്. തന്നെ മന്ത്രിസഭയിൽ കഴിഞ്ഞതിന് അദ്ദേഹം നിഷ്കളങ്കമായ മറ്റു ചില കാരണങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇപ്പം എൻ്റെ ഒരു ശൈലി ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പലരും കാണും. അപ്പം എനിക്കത് പെട്ടെന്ന് രീതിയിൽ തിരുത്താൻ പറ്റുമോ? ഞാനിപ്പം ഇത്രയും സാധാരണക്കാരോടൊപ്പം നടക്കുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തവർ കാണും. ഇച്ചിരി ഒരു ഗൗരവം കാണണം എന്ന് കരുതുന്നവർ കാണും. ഞാൻ ഇങ്ങനെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു കുട്ടിക്കളിയാണെന്ന് കണക്കാക്കുന്നവർ കാണും. മെച്യൂരിറ്റി ഇല്ല എന്ന് കരുതുന്നവർ കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് എനിക്ക് എൻ്റെ ശൈലിയിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പറ്റുമോ? അപ്പം അവരെ ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷെ ഞാൻ എനിക്ക് എൻ്റെ ശൈലിയിൽ. കേട്ടില്ലേ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ മറുപടി?
ഇതിൽ കൂടുതൽ മെച്യൂരിറ്റി എന്താണ് ചാണ്ടി ഉമ്മന് വേണ്ടത്? സാമുദായിക അടിസ്ഥാനത്തിൽ മന്ത്രിപദവികൾ വിഭജിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ പിന്തള്ളപ്പെട്ടു. അതാകും കുറെ കൂടി സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന കാരണങ്ങളിൽ ഒന്ന്. കരയുന്ന പിള്ളയ്ക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ചാണ്ടി ഉമ്മൻ കരയാൻ പോയില്ല. ഗ്രൂപ്പുകളുടെ ഭാഗമായി വാദിക്കാനും പോയില്ല. സമ്മർദ്ദം ചെലുത്തിയതുമില്ല. അദ്ദേഹത്തിന് ഇതിലും വലിയ അവസരങ്ങൾ ഇനിയും ഉണ്ടാകും. തന്റേതായ വേറിട്ട ശൈലിയിൽ അദ്ദേഹം പുതുപ്പള്ളിയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രിയപ്പെട്ട MLA ആയി ഇനിയും ഉണ്ടാകും. അദ്ദേഹം ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ സ്ഥാനം എപ്പോഴേ പതിപ്പിച്ചു കഴിഞ്ഞു. അവഗണനകൾ ചിലപ്പോൾ നല്ലതിനു വേണ്ടി ആയിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ എനിക്ക് ഒരു കറ പോലും ഏൽക്കാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ദൈവം അങ്ങനെ നിയോഗിച്ചത്. പുതിയ ഒരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.